പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലേഡീസ് അനുഭവിക്കുന്ന ഒരു ടൈം ഇഷ്യൂ എന്ന് പറയുന്നത് പീരീഡ്സ് ടൈം അല്ല, ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് ആ ടൈമിലുണ്ടാകുന്ന വയറുവേദന കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിലായിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, 2 ദിവസം നമുക്ക് എന്തായാലും വയറുവേദന കാര്യങ്ങൾ ഇഷ്യൂസ് എന്തായാലും വരുന്നതാണ് സ്ഥിരമായിട്ട്. അപ്പം ഇതിനെ നമുക്ക് മാക്സിമം എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് വേദന ഒന്ന് കുറയ്ക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഇതിലൂടെ പറയുന്നത്. ഇപ്പം ഞാൻ ചെയ്ത് എനിക്ക് എഫക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പൊതുവേ ആ ടൈമിൽ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങൾ മധുരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പീരീഡ്സിന് 2-3 ദിവസത്തിന് മുമ്പേ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെയിനിലോട്ട് നമുക്ക് വയറുവേദനയിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ്, അതുപോലെ ഓവറായിട്ടുള്ള ബ്ലീഡിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പം അതുപോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവർക്ക്, PCOD പോലെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലായിരിക്കും. അതുപോലെ വയറുവേദന എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരാനായിട്ടുള്ളൊരു ചാൻസ്. അപ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഓവറായിട്ട് ഭയങ്കരമായിട്ട് വയറുവേദന ആയിരിക്കും, ഛർദ്ദിൽ കാണും, ചിലർക്ക് ഇങ്ങനെ തലകറക്കം വരും, ചിലർക്ക് ഇത് പീരീഡ്സ് 2 ദിവസം മുമ്പൊക്കെ പിമ്പിൾസ് അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് പൊതുവെ വരാറെന്ന് പറയുന്നത് തലവേദന വരുന്നൊരു ഇതുണ്ട് എനിക്ക്. അതുപോലെ തന്നെയാണ് ഒരു 2 ദിവസം വയറുവേദന വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം എനിക്കിത് മെയിനായിട്ട് എനിക്കൊരു കുറവായി തുടങ്ങി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഭയങ്കര തലവേദനയാണ്. വയറുവേദന തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല, കയറി കിടന്നാൽ മതി, അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ മാക്സിമം നമ്മൾ റെസ്റ്റ് എടുത്ത് 2 ദിവസം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസം പിന്നെ ഇത്തിരി കൂടെ ആശ്വാസമായിട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കഴിവതും അന്നത്തെ ദിവസം ഇപ്പം നമുക്ക് വർക്കിങ്ങിന് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റെസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പക്ഷേ ഈ വയറുവേദന എന്ന് പറയുന്നത് കുറച്ച് കൺട്രോൾ ചെയ്യാനായിട്ടെങ്കിലും പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, പൊതുവേ ആ ടൈമിൽ ഏറ്റവും ഉത്തമമായ സാധനം എന്ന് വെച്ചാൽ മാതളമാണ് കേട്ടോ. മാതളം മാക്സിമം കഴിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ വയറുവേദനയ്ക്ക് ഒരു ശമനം കിട്ടും. പക്ഷേ മാതളത്തിൻ്റെ തൊലി പണ്ടുള്ളവർ അതിനെ വെയിലത്തിട്ടൊക്കെ ഉണക്കി അതിട്ട് വെള്ളം കുടിക്കുന്ന ഒരു രീതിയുണ്ട് വയറുവേദനയ്ക്ക്. അപ്പം സെയിം എഫക്റ്റ് തന്നെയാണ് മാതളം ആ ടൈമിൽ സ്ത്രീകൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു വയറുവേദന സമയത്ത് മാതളത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം ആ ടൈമിൽ നമുക്ക് ക്ഷീണം കൂടുതലനുസരിച്ച് വരുമ്പോൾ നമുക്ക് ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയുള്ളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ട നല്ല കഞ്ഞിവെള്ളം ഈ ടൈമിൽ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഏത്തപ്പഴം കഴിക്കുന്നതും നമുക്ക് ഈ ടൈമിൽ വരുന്ന വയറുവേദന മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് പേര് മെഡിസിൻസ് എടുക്കുന്നുണ്ട്, ഒട്ടും സഹിക്കാൻ പറ്റാത്തവർ പെയിൻ കില്ലർ പോലുള്ളതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് കഴിവതും പെയിൻ കില്ലറോ അല്ലെങ്കിൽ പാരസിറ്റമോളോ അങ്ങനെ വേദന സംഹാരികൾ കൊടുക്കാതെ തന്നെ നമുക്ക് ഈ ടൈമിൽ ഈ പറഞ്ഞതുപോലെ മാതളം, ഏത്തപ്പഴം അങ്ങനെയൊക്കെയുള്ളത് കൊടുക്കാം. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ബെസ്റ്റാണ് കേട്ടോ ഈ ടൈമിൽ കൊടുക്കാനായിട്ട്. നമുക്ക് അറിയാമല്ലോ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ സാധാരണ കാബ്രീസോ കിറ്റ്കാറ്റോ വാങ്ങിച്ച് കഴിക്കുന്ന അതല്ല ഞാൻ പറഞ്ഞത്. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം വലിയ പൈസ വരത്തില്ലൊരു 65 രൂപ തൊട്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, കടകളിലൊക്കെ ഉണ്ട്. അപ്പം ചെറിയ പാക്കറ്റ് മേടിച്ചാലും മതി. ആ ടൈമിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഫ്രൂട്ട്സിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. പിന്നെ ഈ ടൈമിൽ ഈ പുളിപ്പായിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ നമ്മുടെ മുന്തിരി അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പുളിക്കുന്നത് കൊടുക്കുന്നതോറും കുറച്ച് ഇത് കൂടും. അതേപോലെ തന്നെ മറ്റുള്ള ചോക്ലേറ്റ്സ്, ഇപ്പം മധുരം, സ്വീറ്റ്സ് അങ്ങനെയുള്ള ശർക്കര ഇതൊക്കെ കുടിക്കുന്നതോറും ഓവർഫ്ലോ കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കഴിവതും അങ്ങനെ പപ്പായ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെൻഡൻസി കുറച്ചുകൂടെ കുറഞ്ഞാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വയറിൻ്റെ വേദന നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എഫക്റ്റായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ടൈമിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ മാതളം ബെസ്റ്റ് സംഗതി തന്നെയാണ്. പിന്നെ വയറ് നമുക്ക് ഒട്ടും വേദന ആ സൈഡ് ഈ സൈഡൊക്കെ നല്ല വേദന വരെയാണെങ്കിൽ നമുക്കുള്ള ഈ ചൂടുവെള്ളം വെക്കുന്ന ഒരു ബാഗ് അറിയാമല്ലോ, ഹോട്ട് ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാഗ് നമ്മൾ ചൂടുവെള്ളം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ പെയിൻ വരുന്നത് ആ ഒരു പൊസിഷനിലോട്ട് നോക്കി നമുക്ക് വെക്കാവുന്നതാണ്. അതില്ലെങ്കിൽ നമുക്ക് ചൂട് വെള്ളം ഒരു കുപ്പിയിലോട്ട് നിറച്ചിട്ട് എന്നുവെച്ചാൽ നമുക്ക് ചൂട് താങ്ങുന്ന ചില കുപ്പികളുണ്ട് ചൂടുവെള്ളത്തിൻ്റെ. അപ്പോൾ അതിലോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കിടന്നാൽ ആ ഒരു അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഒരു ഇത് വരുന്നതായിരിക്കും എന്നുണ്ട്. പിന്നെ കഴിവതും അന്നത്തെ ദിവസം നമ്മൾ ചിലർ എല്ലാവരും കുളിക്കാൻ പറയും, ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. വെച്ചാൽ നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളെല്ലാം ഈ ടൈമിൽ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ചൂടുവെള്ളത്തിൽ മാക്സിമം നമ്മൾ കുളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ
ആ ഒരു എന്തുവാ പറയുക, തണുപ്പിൻ്റെ ആ ഒരു എഫക്റ്റും ഉണ്ട്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ടൈമിൽ എനിക്ക് ചെയ്ത് നോക്കി കുറച്ച് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. ഇതല്ലാതെ പുതിയ എന്തെങ്കിലുമൊക്കെ അറിവുകൾ കാണും. ഇപ്പം നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ബെറ്ററായിട്ട് തോന്നിയ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം.